കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയും സൂര്യനുമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സൂര്യനേക്കാൾ 10 മടങ്ങ് ഭാരമുള്ള ഒരു നക്ഷത്രമുണ്ടായിരുന്നു. ഇതിന്റെ ഇന്ധനമായ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ളവ മുഴുവനായി കത്തിത്തീർന്നപ്പോൾ നക്ഷത്രത്തിന്റെ മധ്യഭാഗം തകർന്നു ചുരുങ്ങി. ഈ സമയം നക്ഷത്രത്തിന്റെ പുറത്തുള്ള ഭാഗം അതിവേഗത്തിൽ പുറത്തേക്ക് പൊട്ടിത്തെറിക്കും. ഇതാണ് സൂപ്പർനോവ. ഒരു സൂപ്പർനോവ ഉണ്ടാവുമ്പോൾ ഗാലക്സിയുടെ ഏറ്റവും പ്രകാശമേറിയ ഭാഗം ആ സൂപ്പർനോവ നിൽക്കുന്ന ഇടമായിരിക്കും. ഈ പൊട്ടിത്തെറിക്ക് ശേഷം അവശേഷിക്കുന്നത് വെറും 10-20 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ന്യൂട്രോൺ നക്ഷത്രമായിരിക്കും. ചെറുതാണെന്ന് കരുതി ആള് നിസ്സാരക്കാരനല്ല. ഇവയുടെ ഒരു കഷ്ണം ഒരു ടീസ്പൂണിലെടുത്താൽ അതിന് ഹിമാലയത്തെക്കാൾ ഭാരമുണ്ടാവും. മുമ്പുണ്ടായിരുന്ന ആ നക്ഷത്രത്തിന്റെ ഭാരം മുഴുവൻ ഇപ്പോൾ ഒരു ചെറിയിടത്താണ് ഉള്ളതെന്നർത്ഥം. ഇങ്ങനെ ഉണ്ടായ ന്യൂട്രോൺ നക്ഷത്രം അലഞ്ഞു നടക്കുമ്പോൾ മറ്റൊരു സംഭവം നടന്നു. മുമ്പ് എപ്പോഴോ ഉണ്ടായ മറ്റൊരു ന്യൂട്രോൺ നക്ഷത്രവുമായി കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിച്ചു. കിലോനോവ കൊളീഷൻ. ഈ ഇടി അത്ര നിസ്സാരനല്ല. നമ്മുടെ സൂര്യൻ ഒരു ആയുഷ്കാലം മുഴുവൻ പുറപ്പെടുവിച്ച ഊർജമെല്ലാം ഒറ്റ സെക്കൻഡിൽ പുറപ്പെടുവിച്ചാൽ എങ്ങനെയിരിക്കും? അത്രയ്ക്കും ശക്തമായിരിക്കും ഈ ഇടി. ഇടിയെ തുടർന്ന് സ്പേസിൽ തെറിച്ച ന്യൂട്രോണിനെല്ലാം ആറ്റംസ് അതിവേഗത്തിൽ പിടിച്ചെടുക്കുമ്പോൾ അന്ന് അവിടെ ഉണ്ടാവുന്നത് ഹെവിയായ ഘനലോഹങ്ങളായിരിക്കും. ഇങ്ങനെയുണ്ടായ ഘനലോഹങ്ങളെല്ലാം സ്പേസിന്റെ പല വഴിക്ക് ചിന്നിച്ചെതറി അലഞ്ഞു നടക്കും. അതിലെ കുറച്ചെണ്ണം പ്ലാനറ്ററി ഡിസ്ക് എന്നൊരു പ്രതിഭാസത്തിൽ എത്തിച്ചേർന്നു. ഒരു കേന്ദ്രബിന്ദുവിന് ചുറ്റിലുമായി വാതകങ്ങളും മൂലകങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനെയാണ് പ്ലാനറ്ററി ഡിസ്ക് എന്ന് വിളിക്കുന്നത്. സ്പേസിലൂടെ അലഞ്ഞു തിരിയുന്ന ചിഹ്നഗ്രഹം ഉൾപ്പെടെയുള്ള മൂലകങ്ങളെല്ലാം ഈ പ്ലാനറ്ററി ഡിസ്കിൽ എത്തും. ഇവിടെ എത്തിയ ശേഷം ഭാരമേറിയ മൂലകങ്ങളെല്ലാം കേന്ദ്രത്തിനോട് അടുക്കുകയും ഭാരം കുറഞ്ഞവയെല്ലാം അകലെപ്പോവുകയും ചെയ്യും. ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ ഇടിയിലുണ്ടായ ഭാരമേറിയ ഘനലോഹങ്ങൾ കേന്ദ്ര ബിന്ദുവിനോട് അടുക്കും. പിന്നെ ഇവയെല്ലാം ഉറച്ച് സൂര്യനും ഗ്രഹങ്ങളുമായി ഘനലോഹങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ അകപ്പെടുകയും ചെയ്തു. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. പിന്നീട് എപ്പോഴും ഉണ്ടായ ലാവാ പ്രവാഹത്തിലൂടെ ഇവയിൽ ചിലത് ഭൂമിയുടെ മുകൾ തട്ടിലെത്തുകയും പാറയുടെ ഇടയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അത് അവസാനം മനുഷ്യരുടെ കയ്യിൽ എത്തുകയും ചെയ്തു. അന്ന് മനുഷ്യർ തനിക്ക് ആവശ്യമുള്ള ആയുധവും ഉപകരണങ്ങളുമെല്ലാം ലോഹം കൊണ്ട് നിർമ്മിക്കുന്ന കാലമായിരുന്നു. കച്ചവടം ചെയ്യുമ്പോൾ ഈ ലോഹങ്ങൾ കൊടുത്ത് പകരം തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്ന കാലം. ഇങ്ങനെ ലോഹങ്ങളെല്ലാം സമ്പത്തായി മാറി. എന്നാൽ ഇരുമ്പും വെങ്കലവുമെല്ലാം കാലക്രമേണ നശിച്ചു പോകും. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തെല്ലാം ഇല്ലാതെയാവുന്ന അവസ്ഥ. ഇവിടെയാണ് ആ പുതിയ ലോഹം കടന്നു വന്നത്. ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ ഇടിയിലുണ്ടായ ആ ലോഹം പെട്ടെന്നൊന്നും നശിക്കില്ലല്ലോ. അങ്ങനെ ആ പുതിയ ലോഹം കൊണ്ട് മനുഷ്യർ ഇടപാട് നടത്തുവാൻ തുടങ്ങി. സ്വർണം.